കുട്ടികളുടെ പഠനമുറി മുഖ്യ കെട്ടിടത്തിൻ്റെ വടക്കു പടിഞ്ഞാറോ വടക്ക് കിഴക്കോ ആകാം. വടക്ക് കിഴക്കും ഭാഗവും തെക്ക് കിഴക്കും ഭാഗവും തെക്കു പടിഞ്ഞാറും ഭാഗവും ഒഴിവാക്കണം. അവരുടെ കിടക്കകൾ മുറിയുടെ തെക്കു പടിഞ്ഞാറേ മുക്കിൽ തലഭാഗം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആയിട്ടാകാം. കട്ടിലോ കിടക്കയോ ചുവരുമായി ചേർത്തിടരുത്. അവരുടെ പഠനമേശ കിഴക്കോട്ടായി ഇടുകയും വായിക്കുമ്പോൾ കിഴക്ക് നോക്കിയിരിക്കുകയും വേണം. മുറിയുടെ വാതിൽ വടക്കോട്ടോ കിഴക്കോട്ടോ ആകാം. പുസ്തക അലമാര തെക്കു പടിഞ്ഞാറോ വടക്കു പടിഞ്ഞാറോ മുക്കിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുസ്തകങ്ങൾ വടക്കും ഭാഗത്തും കിഴക്കും ഭാഗത്തും വയ്ക്കാം. മുഖ്യ കിടപ്പുമുറിയുടെ സ്ഥാനം. ആയുസിൻ്റെ ഏറ്റവും സന്തോഷകരവും അർത്ഥപൂർണവുമായ കാലം ചിലവിടേണ്ട സ്ഥലമാണ് മാസ്റ്റർ ബെഡ്റൂം. ബൃഹത് സംഹിതയിൽ ഈ മുറിക്ക് രതികക്ഷ എന്നും പറയും. ഗൃഹനാഥൻ്റെ കിടപ്പുമുറി കെട്ടിടത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിരിക്കണം. സാധാരണയായി കാറ്റിൻ്റെ ഗതി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടോ തെക്കു പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്കോട്ടോ ആയതുകൊണ്ട് കിടപ്പുമുറിയിൽ കാറ്റ് കിട്ടാൻ അത് സഹായകമായിരിക്കും. ഈ മുറിയിൽ പിതാവോ മൂത്ത പുത്രനോ താമസിക്കാം. മൂത്ത പുത്രൻ്റെ കിടപ്പുമുറി കെട്ടിടത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ നടുക്ക് തെക്കുമാറിയോ ആകാം. കിടപ്പുമുറിയിൽ ശിരസ് വടക്കു വെച്ച് കിടക്കരുത്. തെക്കും ഭാഗത്ത് ശിരസ് വെച്ച് കിടക്കണം. ഇതിന് കാരണമായി പറയുന്നത് മനുഷ്യൻ്റെ ശിരസും ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് വടക്ക് ശിരസിലെ കാന്തം പ്രതിപ്രവർത്തിക്കുന്നത് കാരണം ഉറക്കം സുഖമായിരിക്കുകയില്ല എന്നാണ്. കാലക്രമേണ തലച്ചോറ് അമിതമായും അവ്യവസ്ഥിതമായും പ്രവർത്തിക്കുന്നത് കാരണം തലച്ചോറിലെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കാം. ശിരസ് തെക്കുഭാഗത്തായാൽ രണ്ട് കാന്തങ്ങളും യോജിച്ച് പ്രവർത്തിക്കും. പക്ഷേ സാധാരണക്കാർ മരണാനന്തര ചടങ്ങുകളിൽ മൃതശരീരത്തെ തെക്കുഭാഗത്ത് തലവെച്ച് കിടത്തുന്നത് കണ്ടിട്ട് ജീവശരീരം തെക്കുഭാഗത്ത് തലവെച്ച് കിടക്കുന്നത് ദോഷകരമാണെന്ന തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നുണ്ട്. കിടപ്പുമുറി തെക്ക് കിഴക്ക് ഭാഗത്ത് വരരുത്. ദമ്പതികൾ ഈ മുറിയിൽ കിടന്നാൽ എന്നും കലഹമായിരിക്കും ഫലം. ചിലവുകൾ വർദ്ധിക്കും. അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ ഒത്ത നടുക്കും ബീമിനു താഴെയും കിടപ്പൊഴിവാക്കണം. കംഫർട്ടിനാണ് ബെഡ്റൂം കൊതിക്കുന്നത്. വായുവും വെളിച്ചവും മുറിക്കുള്ളിൽ യഥേഷ്ടം കയറി ഇറങ്ങിയാൽ അവിടെ ഉറങ്ങുന്നവരുടെ ആരോഗ്യവും സൗന്ദര്യവും കൂടും. മുറി പണിയും മുമ്പേ കട്ടിലിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുക. പാകത്തിന് ക്രോസ് വെന്റിലേഷൻ നൽകുക. പിന്നീട് കട്ടിലും വലിച്ചുകൊണ്ട് നല്ല പൊസിഷൻ നോക്കി നടക്കുന്നത് ഒഴിവാക്കാം. ബെഡ്റൂമിലെ വാർഡ്രോബിനുള്ളിൽ കമ്പിളിപ്പുതപ്പുകളും ഷോളുകളും വെറുതെ സ്ഥലം അപഹരിക്കുന്നെങ്കിൽ ഇത് ഭംഗിയായി മടക്കി ഒരു തലയിണ ഉറയ്ക്കുള്ളിലാക്കുക. എക്സ്ട്രാ തലയിണയായി വാർഡ്രോബിൽ ആവശ്യത്തിന് ഇടം കിട്ടുകയും ചെയ്യും. പഴയ ബെഡ്ഷീറ്റിന് ചുറ്റും വോയിൽ സാരി കൊണ്ട് ഫ്രിൽ വെച്ച് പിടിപ്പിച്ചാൽ സുന്ദരൻ ബെഡ് സ്പ്രെഡായി. പകൽ സമയം ബെഡ്ഷീറ്റിന് മുകളിൽ ഇത് വിരിച്ചിടാം. ബെഡ്റൂമിൽ യൂറോപ്യൻ ശൈലിയിൽ 2 ലെയർ കർട്ടൻ ഇടുന്നത് കാഴ്ചയ്ക്ക് ഭംഗിയാണ്. പക്ഷേ മുറിയിലെ ചൂട് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഫുൾ കർട്ടനുകൾക്ക് പകരം ഹാഫ് കർട്ടനുകൾ ഇടുകയാണ്. ചിലവ് കുറയും. ആവശ്യത്തിന് മറവും കിട്ടും. കാറ്റും കയറും. ജനാലകൾക്ക് മോസ്കിറ്റോ നെറ്റ് കൂടി നൽകിയാൽ കൊതുക് ശല്യം ഒഴിവാക്കാം. ശൗചാലയം ഏതു ഭാഗത്ത്? കുളിമുറിയും കക്കൂസും വീടിൻ്റെ പുറത്താണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കെട്ടിടത്തിൻ്റെ തെക്കും ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ആകാം. വടക്കു പടിഞ്ഞാറ് തെക്കു പടിഞ്ഞാറ് കിഴക്ക് വടക്ക് ഭാഗങ്ങൾ ഒഴിവാക്കണം. പണ്ട് കാലത്ത് ശൗചാലയങ്ങൾ കെട്ടിടത്തിന് പുറത്താണ് നിർമ്മിച്ചിരുന്നത്. ഇവയ്ക്ക് പ്രധാന കെട്ടിടവുമായി ബന്ധവുമില്ലായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സുരക്ഷാ കാരണങ്ങളെ കൊണ്ടും സ്ഥലപരിമിതി കൊണ്ടും ശൗചമുറി കെട്ടിടത്തിനകത്ത് പല മുറികളോടും ചേർന്നു തന്നെ കെട്ടേണ്ടി വരുന്നു. അപ്പോൾ ശൗചാലയം മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ കെട്ടുന്നതാണ് നല്ലത്. എന്തായാലും ശൗചാലയം വടക്കു പടിഞ്ഞാറോ തെക്കു പടിഞ്ഞാറോ അരുത്. വടക്ക് കിഴക്ക് ദിക്ക് ഈശാനൻ്റെ ദിക്കാണ്. മാത്രമല്ല കുബേരൻ്റെയും ഇന്ദ്രൻ്റെയും ദിക്കുകൾ സന്ധിക്കുന്ന സ്ഥലവുമാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് ശൗചാലയം ഉണ്ടായാൽ ഗൃഹനാഥൻ്റെ സമ്പത്തിനെയും അഭിവൃദ്ധിയെയും ബാധിക്കും. തെക്കു വടക്കും ഭാഗത്ത് വരുന്ന ശൗചാലയം ഗൃഹനാഥൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. മനസ്സ് ചഞ്ചലമാകും. വാസ്തുശാസ്ത്രപരമായ ഈ നിബന്ധനകൾ പാലിക്കുന്നത് നല്ലതാണ്. പൊതുവായുള്ള കക്കൂസും കുളിമുറിയുമാണ് സാധാരണ മിക്ക വീടുകൾക്കുമുള്ളത്. കുളിമുറിക്ക് 20-25 ഇടയ്ക്ക് ചതുരശ്ര അടി വിസ്തീർണവും കക്കൂസിന് 15 ചതുരശ്ര അടിക്കടുത്തുമാവാം. ഇതിലും കാറ്റും വെളിച്ചവും യഥേഷ്ടം ആവശ്യത്തിന് കടക്കുവാൻ വെന്റിലേറ്ററും അത്യാവശ്യത്തിന് മറ്റു ഫിറ്റിങ്ങുകളും വേണം. വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇവ വരുന്നതിനാൽ ഇതിൻ്റെ മേൽക്കൂരയ്ക്ക് അധികം ഉയരവും വേണ്ടി വരില്ല. എണ്ണമയവും സോപ്പും വീണ് തറ തെന്നാതിരിക്കാൻ പറ്റിയ തരത്തിലുള്ള തറയായിരിക്കണം കുളിമുറിക്ക്. അതുപോലെ ചുമർ കഴുകി വൃത്തിയാക്കുന്നതിന് യോജിച്ച പെയിൻറ് പൂശിയതുമായിരിക്കണം. പിങ്ക്, നീല, വയലറ്റ് നിറങ്ങളാണ് ബാത്റൂമിന് യോജിച്ചത്.
ആധുനിക രീതിയിലുള്ള കുളിമുറിയും കക്കൂസും ഇന്ന് വളരെ പ്രചാരത്തിലുണ്ട്. കുളിമുറികളിലെ അഴുക്കുവെള്ളം അവിടുത്തെ വടക്ക് കിഴക്കേ മൂലയിൽ ഒഴുകിയെത്തുന്ന രീതി നല്ലതാണ്. കക്കൂസുകൾ ഇന്ത്യൻ രീതി അനുസരിച്ചുള്ള ബേസിൻ തരത്തിലുള്ളതോ പാശ്ചാത്യ രീതി പ്രകാരമുള്ള യൂറോപ്യൻ ക്ലോസറ്റോ ആകാം. ആവശ്യവും സൗകര്യവും ഇക്കാര്യത്തിൽ നോക്കിയാൽ മതി. ഭൂമിക്കടിയിലെ ജലസംഭരണിയും സെപ്റ്റിക് ടാങ്കും നല്ലതുപോലെ വേർതിരിച്ചെടുക്കണം. അല്ലാത്ത പക്ഷം ജലസംഭരണിയിലെ വെള്ളം മലിനപ്പെടുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വെളിച്ചത്തിൻ്റെയും വൃത്തിയുടെയും ധാരാളിത്തമാണ് പുതിയ ബാത്റൂമുകൾ. പ്രകൃതിയും അലങ്കാരങ്ങളും മുതൽ FM റേഡിയോ വരെ സ്ഥാനം പിടിക്കുന്നു ഇവിടെ. ഇടുങ്ങിയ ബാത്റൂമിനെക്കുറിച്ച് വിഷമം വേണ്ട. ബാത്റൂമിൽ ധാരാളം ഇടം തോന്നാൻ ഒരു ചുവരിൻ്റെ അത്ര തന്നെ വീതിയിലും നീളത്തിലും മിറർ വാങ്ങി തൂക്കാം. ബാത്റൂം വിശാലമായെന്ന് തോന്നും. ഡിസൈൻ ഇല്ലാത്ത ടൈലുകൾ ഒട്ടിച്ച പഴയ ബാത്റൂമിലെ ടൈലെല്ലാം ഇളക്കി മാറ്റി പുതിയതിടാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ പുതുമ തോന്നാൻ ഒരു വഴിയുണ്ട്. പൂക്കളുടെയോ പക്ഷികളുടെയോ സ്റ്റിക്കറുകൾ വാങ്ങി ഒന്നിടവിട്ട് ഒട്ടിക്കാം. ബാത്റൂമിനുള്ളിൽ സ്റ്റോറേജ് ഏരിയ കുറവായി തോന്നിയാൽ താൽക്കാലികമായി പരിഹരിക്കാം. ചക്രം ഘടിപ്പിച്ച പഴയ TV സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് നന്നായി പെയിൻറ് ചെയ്ത് കൂടുതൽ തട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്ത് ബാത്റൂമിലേക്ക് മാറ്റാം. ബാത്റൂമിനുള്ളിൽ തന്നെ വീട്ടമ്മയുടെ ഉയരത്തിന് പാകത്തിൽ ഇഷ്ടിക കെട്ടിയ ചെറിയ അലക്കുകല്ല് നൽകാം. തുണികൾ അലക്കാൻ കറണ്ടും കളയേണ്ട. സെപ്റ്റിക് ടാങ്ക് എവിടെ വേണം? സെപ്റ്റിക് ടാങ്ക് കെട്ടിടത്തിൻ്റെ പുറം മതിലിനെ സ്പർശിക്കരുത്. അതിൽ നിന്നൊരടിയെങ്കിലും ദൂരെ ആയിരിക്കണം. തെക്ക് കിഴക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ വരരുത്. വടക്കു ഭാഗത്തെ 9 ഭാഗിച്ച് 3-ാം ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വരണം. സെപ്റ്റിക് ടാങ്കിൻ്റെ നീളഭാഗം കിഴക്കു പടിഞ്ഞാറായും വീതി ഭാഗം തെക്കു വടക്കുമായിരിക്കണം. സെപ്റ്റിക് ടാങ്ക് കെട്ടിടത്തിൻ്റെ തറനിരപ്പിൽ നിന്ന് താഴ്ന്നിരിക്കണം. വാഹനം സൂക്ഷിക്കുന്ന സ്ഥലം ഏതു ഭാഗത്ത്? കെട്ടിടത്തിൽ വാഹനം സൂക്ഷിക്കുന്ന സ്ഥലം മുഖ്യമായും വടക്കു പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാത്ത സാഹചര്യത്തിൽ തെക്ക് കിഴക്കു ഭാഗത്തോ ആയിരിക്കണം. വടക്ക് കിഴക്കോ തെക്കു പടിഞ്ഞാറോ ആകരുത്. പ്രധാന കെട്ടിടത്തെ സ്പർശിക്കാതെ അത് സ്വതന്ത്രമായിരിക്കണം. കാർ സൂക്ഷിക്കാൻ പോർട്ടിക്കോ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കെട്ടിടത്തിൻ്റെ വടക്കു ഭാഗത്തോ കിഴക്കു ഭാഗത്തോ ആകാം. അതുപോലെ തന്നെ കാർ വടക്കോ കിഴക്കോ നോക്കിയിടണം. കാർ പടിഞ്ഞാറോ വടക്കു പടിഞ്ഞാറോ നോക്കിയിട്ടാൽ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും. കെട്ടിടത്തിൻ്റെ മേൽക്കൂരയേക്കാൾ പോർട്ടിക്കോ 1-2 അടി താഴ്ന്നിരിക്കുന്നതാണ് നല്ലത്. പോർട്ടിക്കോ ഒരിക്കലും ചുറ്റുമതിലിന് മുകളിൽ തൊടരുത്. പ്രധാന കെട്ടിടത്തിൽ നിന്നും പ്രത്യേകമായിരിക്കണം. കാർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം കാറിനെ വടക്കു മുഖമായി നിർത്തണം. വീടിൻ്റെ ഐശ്വര്യത്തിന് എന്തൊക്കെ ശ്രദ്ധിക്കണം? പാല് കാച്ചുമ്പോൾ തിളച്ചു തൂവാതിരിക്കുക. സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച ഉടൻ വീടിന് പുറത്തു പോകാതിരിക്കുക. സന്ധ്യ കഴിഞ്ഞ് വീട് അടിച്ചുവാരി പുറത്തു കളയാതിരിക്കുക. പാൽ, തൈര്, പച്ചക്കറി, വെള്ളം എന്നിവ രാത്രിയിൽ കടം കൊടുക്കാതിരിക്കാനോ വാങ്ങാതിരിക്കാനോ ശ്രദ്ധിക്കുക. സന്ധ്യയ്ക്ക് വിളക്ക് വച്ചതിന് ശേഷം മുടി ചീകുന്നത്, മുഖം കഴുകുന്നത്, മോര് കടയുന്നത്, കറിക്ക് നുറുക്കുന്നത്, അരി പാറ്റുന്നത് എന്നിവ ഒഴിവാക്കുക. വെള്ളിയാഴ്ച ദിവസം പണം കൊടുക്കുക, അരി പാറ്റുക, അരിപ്പൊടി വറുക്കുക മുതലായവ ഒഴിവാക്കുക. വിളക്ക് വച്ചതിന് ശേഷം നഖം മുറിക്കാതിരിക്കുക. വീടിൻ്റെ പടിഞ്ഞാറേക്കാണ് കുട്ടികളുടെയും ക്രിയാത്മകതയുടെയും ദിശയാണ്. ഇവിടെ വീട്ടിലെ കുട്ടികളുടെ ചിത്രങ്ങൾ തൂക്കിയാൽ അവരുടെ ഭാഗ്യവും ബുദ്ധിശക്തിയും ഊർജ്ജസ്വലതയും വർദ്ധിക്കും.